Krishna Beach Resort is here. We will event November 12th. This expo is conducted. 100 companies are in expo. We will job fair conduct. Job fair? Yes. F0 is the video expo. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ച് റിസോർട്ടിലാണ്. അതായത് കൃഷ്ണ ബീച്ച് റിസോർട്ട് പയ്യാമ്പലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത്. അടുത്ത മാസം നവംബർ 12-ാം തീയതിയാണ് ഈ ഒരു എക്സ്പോ ഇവിടെ നടക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് നൗഷാദ് ഭായ് ആണ്. പല പ്രാവശ്യമായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഒത്തിരി എക്സ്പോ നടത്തി പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ് നൗഷാദ് ഭായ്. നൗഷാദ് ഭായ്, ഇവിടെ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന വലിയ ഒരു റിസോർട്ട് തന്നെയാണ്. കണ്ണൂരിലെ ഏറ്റവും ബെറ്റർ അല്ല, എന്റെ സ്വന്തം നാട്ടിലുള്ള എന്റെ സ്വന്തം ജില്ലയിലുള്ള ഈ ഒരു എക്സ്പോ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ബിസിനസ് കേരള കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ സംരംഭങ്ങളെ പരിചയപ്പെടുത്തുക, ബിസിനസ്സുകളെ പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ പരിചയപ്പെടുത്തുക. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വ്യത്യസ്തമായ ഒരുപാട് ഇവന്റുകൾ, B2B മീറ്റുകൾ, ട്രേഡ് എക്സ്പോ പോലുള്ള 5-6 ദിവസങ്ങൾ പങ്കെടുക്കുന്ന എക്സ്പോ വരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം നടന്ന് കല്ലൂരിലാണ്. അടുത്തതായിട്ട് കണ്ണൂർ ഓൾറെഡി നമ്മളൊരു ഇവന്റ് മുന്നേ ഒരു ഡിസംബർ മാസത്തിൽ കഴിഞ്ഞിട്ടായിരുന്നു, ബ്ലൂ ലൈനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഒരു 75ഓളം കമ്പനീസാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ജോലിയും ബിസിനസ്സോ കിട്ടുന്ന ഒരു വേക്കൻസി അവിടെ ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പയ്യാമ്പലത്താണ് നിൽക്കുന്നത്. പയ്യാമ്പലം കണ്ണൂരിനോട് ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പയ്യാമ്പലം ബീച്ച് റിസോർട്ട്, കൃഷ്ണ ബീച്ച് റിസോർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ വെച്ചാണ് നമ്മൾ ഇവന്റ് സംഘടിപ്പിക്കുക. അടുത്തതായിട്ട് നവംബർ 12th ഈ ഒരു എക്സ്പോ നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. 100 മുകളിൽ കമ്പനീസാണ് ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. ബിസിനസ് എക്സ്പോ സാധാരണ നമ്മൾ വിവിധ ജില്ലകളിൽ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് വലിയ ട്രേഡ് എക്സ്പോ പോലുള്ള 5 days 3 days പ്രോഗ്രാംസ് ഒക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് 1 day പ്രോഗ്രാമാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കമ്പനീസ് അവർ പ്രൊഡക്റ്റ് സർവീസ് പരിചയപ്പെടുത്താനുള്ള ഒരു വേദിയാണ് ഒരുക്കുന്നത്. ഫ്രാഞ്ചൈസിയിൽ കൊടുക്കുന്ന കമ്പനികൾ, ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന കമ്പനികൾ, ഡീലർഷിപ്പ് നോക്കുന്ന കമ്പനികൾ, അതുപോലെ പ്രൊഡക്റ്റ് സർവീസ് പരിചയപ്പെടുന്ന കമ്പനീസിന് എല്ലാവർക്കും പങ്കെടുക്കാം. ഏതെങ്കിലും കാറ്റഗറി ബേസിലുള്ള ഒരു എക്സ്പോ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാറ്റഗറിയിലുള്ള ബിസിനസ്സുകാർക്കും അവരുടെ പ്രൊഡക്റ്റ് സർവീസും പരിചയപ്പെടുന്ന ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മളിവിടെ ജോബ് ഫെയർ കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജോബ് ഫെയർ ഉണ്ടോ? ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യാൻ കാരണം നമ്മൾ പങ്കെടുക്കുന്ന എക്സ്പോയിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക കമ്പനി നല്ല സ്റ്റാഫിന്റെ ആവശ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു വേദിയും കൂടി ഇവിടെ ഒരുക്കുന്നുണ്ട്. ഗ്രീൻ ജോബ്സും കൂടി ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വിഷയത്തിൽ, ജോബ് ഫെയറിന്റെ വിഷയത്തിൽ. അതിന്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ് കിട്ടുക പ്രവാസികളായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ബിസിനസ് നോക്കുന്ന ആളുകളൊക്കെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയാണ് അവർ ബിസിനസിനെ തരുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി അല്ലെങ്കിൽ ബിസിനസ് ഒന്നും കിട്ടാനുള്ള അവസരം ഉണ്ടായിരിക്കാം. അതായത് ഇവിടെ തന്നെ ഓരോ കമ്പനിയുടെ ഇന്റർവ്യൂസ് നടക്കുന്നത്. തീർച്ചയായിട്ടും നേരിട്ട് കമ്പനി ആയിട്ട് 5000-ഓളം വരുന്ന ഓപ്പണിംഗ് തന്നെ ഇതിൽ വരുന്നുണ്ട്. നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ തന്നെ നല്ല ബിസിനസ് ആയിട്ടും ജോലി ആയിട്ടും നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നുണ്ട് ഈ ഒരു എക്സ്പോയിൽ. അപ്പോൾ അതിനുള്ള ഒരു അവസരം കൂടി നിങ്ങൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും വന്ന് നോക്കുക. കാരണം സാധാരണപ്പെട്ട ആളുകൾ വിചാരം എന്താ വെച്ചാൽ ഒരു എക്സ്പോ എന്ന് പറയുമ്പോൾ ഞാൻ പങ്കെടുക്കണോ, ഞാൻ കാണണോ, അല്ലെങ്കിൽ പോകുന്നോ. അത് വേറൊരു ഏറ്റവും വലിയൊരു കാര്യം ഇപ്പൊ പറഞ്ഞു നൗഷാദ് ഭായ് പറഞ്ഞപ്പോൾ ഈ സാധാരണക്കാർക്ക് എപ്പോഴും ഒരു മടിയാണ് ഇങ്ങനത്തെ എക്സ്പോയിലൊക്കെ വരാൻ പറ്റുമോ, പങ്കെടുക്കാൻ പറ്റുമോ ഒരു ഇതുണ്ട്. അതെ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കും വരാം. നിങ്ങൾക്ക് വന്ന് കണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം, ഈ കമ്പനീസിനെ പരിചയപ്പെടാം, ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാം. നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിൽ നേരെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കൂടി നിങ്ങൾക്ക് അതിലൂടെ കിട്ടുകയാണ്. നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും അവർക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും വേണം ഈ ഒരു പ്രോഗ്രാമിലേക്ക്. കണ്ണൂരുകാർ എല്ലാ പ്രാവശ്യം നമ്മുടെ ഈ എക്സ്പോയിലേക്ക് സാധാരണത്തിന് മുന്നേ ഒരു എക്സ്പോ സംഘടിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ മാസത്തിൽ. ആ സമയത്ത് ഒരുപാട് കമ്പനീസും ആളുകളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ എല്ലാവരും സാന്നിധ്യം ഇതിലുണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു ബിസിനസ്സുകാരെ നേരിട്ട് പരിചയപ്പെടാനും ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനുള്ള ഒരു സൗകര്യം തീർച്ചയായിട്ടും. അത് കൂടാതെ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി നേടാനുള്ള അവസരം, രണ്ടിനുള്ള അവസരം ഇവിടെ ഒരു വേദിയിൽ ഒരു ദിവസം ഒരു പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് എനി ടൈം നിങ്ങൾക്ക് വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റിയിൽ പങ്കെടുക്കാവുന്നതാണ്. ഞാൻ വീഡിയോ സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ എക്സ്പോന്റെ എക്സിബിഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേര് ചോദിക്കും നിങ്ങൾ എന്താ മുന്നേ പറയാതിരുന്നത്, നമുക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, കമന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കുകയാണ്, ഇതിൽ ഈ ഒരു ബിസിനസ് കേരളയുടെ എക്സ്പോയിൽ ഇപ്പൊ ഞാനൊരു കമ്പനിയാണ്, എനിക്ക് ഇവിടെ സ്റ്റാൾ ഇടണമെങ്കിൽ, അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ജോബ് ഫെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനിയാണെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് വേക്കൻസി ഉണ്ടോ, അത് എന്താണ് ഇതിന്റെ പ്രൊസീജിയറൊക്കെ വരുന്നത്? നമ്മളിപ്പോൾ നെക്സ്റ്റ് മന്താണ് ഈ എക്സ്പോ വരുന്നത്. നവംബർ 12-നാണ് എക്സ്പോ വരുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസിറ്റേഴ്സിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനിയുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ വേക്കൻസി ഉണ്ട്, ആർക്ക് വേണമെങ്കിലും ബന്ധപ്പെടാവുന്നതാണ്. അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നാട്ടിൽ സാറിന് അപ്ഡേറ്റ് ചെയ്താൽ മതി. എന്തായാലും വേക്കൻസി ഓൾറെഡി ഉണ്ട്. ആകെ 120 കമ്പനീസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുൻകൂട്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അവർ പങ്കെടുക്കുന്നുള്ള അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ട്. വി ആർ ഓൾസോ പാർട്ടിസിപ്പേറ്റിംഗ് പറഞ്ഞ ഞങ്ങൾ ഫ്രെയിം ഉണ്ട്. അത് സോഷ്യൽ
സോഷ്യൽ മീഡിയ വഴി ആ കമ്പനി പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോബ് ഫെയർ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാളിൽ അവർ വരുന്നുണ്ട് എന്നൊരു പരസ്യം ഞങ്ങൾ തന്നെ അവർക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത്. പ്രൊമോഷൻ കൂടി നിങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കും. മറ്റൊരു കാര്യം, എന്റെ ഏത് വീഡിയോ വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിന് ചാർജസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു കാര്യം. അതായത് ഞാനിപ്പോൾ ഒരു കമ്പനി നടത്തുകയാണ്, ഇപ്പൊ കമ്പനിക്ക് കൂടെ ഒരു സ്റ്റാൾ ഇടണമെങ്കിൽ അതിനെന്തെങ്കിലും രജിസ്ട്രേഷൻ ഫീസോ ചാർജസോ എന്തെങ്കിലും വരുന്നുണ്ടോ? അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സാധാരണക്കാരനാണ്, ഞാനിപ്പോൾ നിങ്ങളെ 12-ാം തീയതിയിലെ എക്സ്പോയിൽ പങ്കെടുക്കാൻ അതായത് പങ്കെടുക്കാനല്ല, ഒരു വിസിറ്ററായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, കാണാൻ വേണ്ടി മാത്രം. അതിന് എന്തെങ്കിലും ചാർജസ് ഉണ്ടോ എന്നൊരു അറിയണം, അതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതെ, നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ഒരു 4-സ്റ്റാർ ഹോട്ടൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ കമ്പനികൾക്ക് 1 ഡേ പ്രോഗ്രാമാണ്, രാവിലെ 6 to വൈകുന്നേരം 5 മണി വരെയുള്ള പ്രോഗ്രാം ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് സ്റ്റാൾ ഉണ്ടെങ്കിൽ ചെറിയൊരു ചാർജ് എന്തായാലും ഈടാക്കുന്നുണ്ട്. അവർക്ക് ഫുഡ് അടക്കമുള്ള ഒരു പാക്കേജ് അടക്കമുള്ള ഒരു പ്രോഗ്രാം എക്സ്പോയിൽ വരുന്നുണ്ട്. വിസിറ്റേഴ്സിന് ഭാഗം ചെറിയ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് നമ്മൾ വാങ്ങുന്നുണ്ട്. കാരണം ഇതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണല്ലോ. 4-സ്റ്റാർ ആയതുകൊണ്ടും പിന്നെ പോരാത്തതിന് ഇതിന്റെ ഒരു അഡ്വർടൈസിങ് ബ്രാൻഡിങ് എല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ വരുന്നവർക്ക് നല്ല ഫെസിലിറ്റീസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മളൊരു ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കോളേജിലോ അല്ലെങ്കിൽ പറഞ്ഞ ഓഡിറ്റോറിയോ ചെയ്യാം. പക്ഷെ നമ്മൾ വരുന്നവർക്ക് നല്ലൊരു ആംബിയൻസും നല്ലൊരു സർവീസും കൊടുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വാങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ബിസിനസ് കേരളയുടെ എക്സ്പോ ഡേറ്റ് മറക്കണ്ട കേട്ടോ, നവംബർ 12-ാം തീയതിയാണ് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പയ്യാമ്പലത്ത് കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ട്. സ്റ്റോൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, വിളിക്കാം. നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.